അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതായത് നമ്മൾ ട്രിപ്പ് പോവുകയാണ് ഫാമിലിയായിട്ട് കുറുമ്പടിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാ നമ്മൾ വെയിറ്റ് ചെയ്ത് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കുറുമ്പടിക്കൽ. അപ്പം നമുക്ക് പോവാം. അങ്ങനത്തെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ ചേങ്ങരുത് പോകാൻ കേട്ടോ. ഇന്നാണെങ്കിൽ നമ്മുടെ മൂത്താപ്പാൻ്റെ മോൻ്റെ ഹൗസ് വാമിങ് കൂടെയാണ്. അപ്പോൾ ഞാൻ രാവിലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ടൂറിന് ഞാൻ പരമാവധി ഒഴിയാൻ നോക്കി, പക്ഷേ ആരും സമ്മതിച്ചില്ല. പിന്നെ ഇതിന് മുന്നത്തെ 2 ട്രിപ്പ് എനിക്ക് മിസ്സായതാണ് അവിടുന്ന് മക്കൾക്ക് വയ്യാണ്ടായിട്ട്. അപ്പോൾ ഇതിനെന്തായാലും വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു മാസത്തോളമായി നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇന്നത്തെ സ്ഥലത്ത് പോകണം എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഒഴിയാൻ പരമാവധി സമ്മതിച്ചില്ല. പിന്നെ വീട്ടിൽ നിന്ന് ചേർന്നിരുന്ന് ഉമ്മിപ്പിയും പറഞ്ഞു പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നേരെ കുറുമ്പടി വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഉപ്പാനോട് ഉമ്മാടൊക്കെ സംസാരിച്ച് ഉപ്പിയും മീനും ടൂറിനില്ല കേട്ടോ. അതുപോലെ റാഫിയും സാനിയില്ല. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ യാത്ര പറഞ്ഞ് നേരെ കുറുമ്പടിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലുണ്ടപ്പോൾ എടുക്കല്ലേ എന്ന് പറയുന്ന അടുത്ത് വന്നതാണ്. പക്ഷെ ഞാൻ വിട്ട് കൊടുക്കും ഇല്ല, വീഡിയോ എടുക്കും. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നേരത്തെ നമ്മുടെ കുറുമ്പടി അങ്ങാടിയിലോട്ട് പോവുകയാണ്. ബസ് അവിടെ വരുള്ളൂ, വലിയ ബസ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതേ ഇതിൻ്റെ മൂത്താപ്പനുണ്ട്. എപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5-6 ട്രിപ്പ് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾ ട്രിപ്പിലൊന്നും വരാത്ത ആളാണ്. ഇപ്പോൾ അതേ ട്രിപ്പിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്, ട്രിപ്പ് യാത്രയൊക്കെ പോകാൻ. ഇപ്പോൾ അതേ ഞങ്ങൾ മൂത്താപ്പി ഞങ്ങളെ കൂടെ ആദ്യമായിട്ടാണ് ട്രിപ്പിന് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കണ. അപ്പോൾ അക്കൗണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ ചാനലൊക്കെ ഞാൻ മുത്താപ്പാൻ്റെ ഫോണിൽ എടുത്ത് കൊടുത്ത് ആളിരുന്ന് കാണാനൊക്കെ ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ എപ്പോഴും എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെതാ ഞങ്ങൾ കുറുമ്പടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഇവിടെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ മക്കളൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മളെല്ലാ പ്രാവശ്യം ടൂർ പോകാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ് 2 പ്രാവശ്യം എനിക്ക് ടൂറിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കേടും കൂടി അതിൽ തീർക്കാൻ വിചാരിച്ചു. പിന്നെ അത് എൻ്റെ ഒരു മൂത്താപ്പനാണ്. മൂത്താപ്പന ടിപ്പ് ടോപ്പായിട്ട് വന്നിട്ടുണ്ട്. മൂത്താപ്പൻ്റെ ഫാമിലിന്നാണെങ്കിൽ ആരും ട്രിപ്പിനില്ല കേട്ടോ. ഒരു പേരക്കുട്ടിയും സ്കൂൾ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് മൂത്താപ്പ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് വന്നതെന്നാണേ പറഞ്ഞ് നമ്മളെല്ലാവരും കുറുമ്പടിക്കൊക്കെ വിളിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ബസ് വന്നൊക്കെ ഇടയിൽ കൂടി വന്നത്. പക്ഷേ ബസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിർത്തം എല്ലാവരും അവിടെ നിന്നു. അങ്ങനെ നമ്മൾ ബസ് പിന്നെ വന്ന് കണ്ടപ്പോൾ നമ്മൾ നേരെ ഓടി. പിന്നെ ഈ ഒരു ട്രിപ്പ് വെച്ചാൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞാൽ അവിടുന്ന് എൻ്റെ ഒരു മരണം മുന്നിൽ കണ്ടൊരു ദിവസമാണ്. ഞാൻ മരിച്ചു പോയിന്ന് ഞാൻ മനസ്സിൽ മരിച്ചു പോയിന്ന് വിചാരിച്ചതാണ്, ഒരിക്കലും തിരിച്ചു വരുന്നു വിചാരിച്ചതല്ല. പക്ഷേ എന്തോ അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നാട്ടിലെത്തി നമ്മളിപ്പോൾ. അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ കയറി. അപ്പോൾ എല്ലാവർക്കും സീറ്റ് വേണം, ഇരിക്കണം. പക്ഷേ പോകുമ്പോൾ എങ്ങനെയായാലും ഇരുത്തം എല്ലാവർക്കും കുറവാകും, നമുക്ക് എങ്ങനെയായാലും അറിയാമല്ലേ. അപ്പോൾ എന്താണ് എന്നാലും കുറച്ച് തൽക്കാലം നമ്മൾ ആ പാട്ടൊക്കെ ഇടുന്നത് വരെ കുറച്ച് ഇരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു, എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നെ 2-3 പേര് വരുന്നില്ല എന്നുള്ളൊരു ന്യൂസ് നമ്മൾ ആ വണ്ടിയിലെത്തിയപ്പോഴാട്ടോ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ സിറാജിക്കും ഫൗസിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ വരാഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 2-3 പേരില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം സിറാജിനെ ഫൗസിനെ വിളിച്ചു. അപ്പോൾ അവർ വേറെ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെയും വെയിറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ ഒരു മൂത്താപ്പുണ്ട്, വേറൊരു മൂത്താപ്പുണ്ട് ആശുപത്രി പഠിക്കാനുള്ള, അവരെ ഫാമിലി എത്തിയിട്ടില്ല. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് കുറുമ്പടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെതാ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ബസ്സിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കയറിയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുക, എല്ലാവരെയും ഇൻക്ലൂഡ് ആക്കിയൊരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തൊരു വീഡിയോസ് എടുക്കാറുണ്ട്. എല്ലാവരും ഞാൻ എന്താ പറയുക, അതായത് ഈ ഫസ്റ്റ് ടൈമിൽ വന്ന എല്ലാവരും ഇതാക്കിയിട്ടൊരു വീഡിയോസ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെതാ പിന്നെ നമ്മൾ ട്രിപ്പിൽ പ്രാവശ്യം കുറച്ച് പുതിയ ആൾക്കാരും കൂടെ ഉണ്ട്. നമ്മളെ ഇളാപ്പാരൊക്കെ മക്കളും മരിക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവർ നമ്മളെ കൂടെ ആദ്യമായിട്ടാണ്. സോ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ റിസോർട്ടിലേക്ക് പോകുന്നത്. അട്ടപ്പാടിയിലുള്ള റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ടാണ് റിസോർട്ട് നമ്മൾ എടുക്കുന്നത്. പൊതുവെ നമ്മൾ ഈ മലപ്രദേശം അങ്ങനെയൊക്കെ കുറേ വയനാടുള്ള അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ റിസോർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാവരും നല്ല വർത്തമാനത്തിലാണ്. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എത്ര വിഷമമുള്ള ദിവസമാണെങ്കിലും നമുക്കൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് നമുക്കല്ലേ. നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു വല്ലാത്തൊരു രസം തന്നെയാണത്. അങ്ങനെതാ നമ്മുടെ മക്കളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ സീറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാക്കി എല്ലാവരും എത്തിയതിനു ശേഷം നമ്മൾ ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. അവർ വന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതേ നമ്മുടെ ഫൗസിയൊക്കെ സിറാജൊക്കെ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ ആരുടെ മൂത്തമ്മയും മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനസൂത കേട്ടോ. ആൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞങ്ങളിപ്പോൾ കാണുള്ളൂ, ട്രിപ്പിനാണ് ഇപ്പോൾ ആളെ കാണുന്നത്. അങ്ങനെ നമ്മളിത് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
വീഡിയോ കഴിഞ്ഞപ്പോൾ രണ്ടാമത് തവണയായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിതുപോലെ ഈ സോങ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് തന്നെ വീണ്ടും അത് ഡിലീറ്റ് ആക്കി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഞാനിത് എന്താ പറയുക പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് ഏകദേശം ഒരു 35 മിനിറ്റോളമുള്ള വീഡിയോസുകളുണ്ട്. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കോപ്പിറൈറ്റൊക്കെ വരുന്ന പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള പരിപാടിയാണ്. വീണ്ടും നമ്മൾ അതേപോലെ എഡിറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് നമ്മളെ ഈ മെമ്മറീസൊക്കെ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് എന്നും ആലോചിച്ചിരിക്കാനും ഉള്ളൊരു എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യങ്ങളല്ലേ, നമ്മൾ പഴയ മെമ്മറീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും ഒഴിവാക്കാണ്ട് ഞാൻ ഇതിലുള്ള മ്യൂസിക്കൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ കഷ്ടപ്പാട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൽമാത്തെ ഗർഭിണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി വരണമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ആൾക്ക് വരണമെന്ന് ഒരേ വാശി. അപ്പോൾ നമ്മളൊക്കെ ഈ ഡാൻസ് കളിക്കുന്നത് ഡാൻസ് ഒന്നും പറയാൻ പറ്റില്ല, നമ്മളെ ചാടികളി കണ്ടിട്ട് ആൾക്ക് ആ സീറ്റിൽ ഇരിക്കപ്പുറത്തില്ല. അങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് പറ്റുന്ന രീതിയിൽ ആൾ കുറേയൊക്കെ എൻജോയ് ചെയ്തിട്ടോ. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് സൽമാൻ്റെ കാര്യത്തിൽ. അങ്ങനെ പിന്നെ ആൾ നല്ലോണം ക്ഷീണിച്ചപ്പോൾ ഓക്കെ മതി എന്ന് പറഞ്ഞു ആൾ റെസ്റ്റ് എടുത്തു. പിന്നെ ബാക്കി ഞങ്ങളുടേതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ നമ്മുടെ യാത്ര എന്നുള്ളത്. ഭയങ്കര എൻജോയ് ചെയ്തു എല്ലാവരും. അപ്പോൾ അതാ നമ്മുടെ പാട്ടും ഡാൻസൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോപ്പിറൈറ്റ് വരുമെന്നൊന്നും അറിയില്ല. അങ്ങനെ അതാ നമ്മുടെ യാത്ര ഇങ്ങനെ ഇങ്ങോട്ടോ പോകുക കേട്ടോ. എവിടെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഈ അട്ടപ്പാടിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോണത്. അപ്പോൾ നമുക്കത് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പാലക്കാട് ജില്ലയെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഭാഗം മല ഏരിയകളായിട്ട് നല്ല ഭംഗി, ഈ തോട്ടങ്ങൾ കൃഷികൾ ചെയ്യുന്ന സ്ഥലം, അതുപോലെ അരുവികൾ, അങ്ങനെ അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് അട്ടപ്പാടിയിൽ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം നമ്മൾ അട്ടപ്പാടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ താഴെ നല്ല അരുവി പോകണമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ജസ്റ്റ് ഒന്ന് പോവാം, പാലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സൽമാത്തെ ഗർഭിണി ആയതുകൊണ്ട് കുറച്ച് പ്രായമുള്ളവർ നമ്മൾ ബസ്സിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ നമ്മൾ കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും കൂടെ നമ്മളിത് ആ കാണുന്ന നദിയിലോട്ടാണ് പോയത്. ആ പാലത്തിമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ടൈമിൽ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഈ പൊന്തൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ചെറിയ ഇടകൾ മാത്രമായിരിക്കും, ചെറിയ ഭാഗത്തിൽ നടക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പുറപ്പുറമൊക്കെ പൊന്തായിട്ടും കാൽ തെറ്റി താഴോട്ട് വീഴുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരു ഏരിയയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുട്ടികളെ കൈയൊക്കെ പിടിച്ചു നേരെ ഇറങ്ങി. നമ്മളിറങ്ങുമ്പോഴത്തേനും ഒരു തലക്കെ പാലത്തും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പേടിയാണ് ഇറങ്ങാൻ. അയാൻമോനൊക്കെ പാലത്തും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിർത്തിയത് നേരെ ആദ്യം പാലത്തുമ്മ കാട്ടോ പോയത്. പാലത്തിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്, നല്ല വെള്ളമുണ്ട് കേട്ടോ. ആ പാലത്തിന് താഴോട്ട് ആ ഭാഗത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതിന് നമ്മളിവിടെ നിൽക്കുക അത്ര സേഫ് അല്ലാന്ന് തോന്നി. മക്കളൊക്കെ പാലത്ത് വന്ന് ഇങ്ങനെ തലയിട്ട് പുറത്തേക്ക് നിൽക്കുക എന്നൊക്കെ ആയപ്പോൾ നമുക്കൊരു പേടി. കാലം കണ്ടിട്ട് നേരെ വെള്ളത്തിലോട്ടല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞ് കൂടുതൽ നമുക്ക് ഇവിടെ നിൽക്കേണ്ട, താഴോട്ട് പോവാം, എന്നിട്ട് അവിടെ ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി നമ്മളതേ ഈ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു പൊന്തയാണ് ആ ഭാഗത്തൊക്കെ. നടക്കാൻ ഒരാൾക്ക് മാത്രമേ നടക്കാനുള്ള സ്പേസ് ഉള്ളൂ അവിടെ. അപ്പോൾ നമ്മൾ അത് കൂടെ വന്നിട്ട് നമ്മളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കൈയും കാലൊക്കെ മുഖമൊക്കെ ഒന്ന് കഴുകിയാൽ തന്നെ കൂടുതൽ റീഫ്രഷ് ആകുമല്ലോ, കാരണം തണുത്ത വെള്ളമല്ലേ. അപ്പോൾ നമ്മളവിടെ പോയി എല്ലാവരും കൈയും കാലും മുഖമൊക്കെ കഴുകി കുറച്ച് നേരം അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ മക്കൾ കളിച്ചു. കാരണം കുറച്ച് നമ്മൾ ഇറങ്ങിയ ഭാഗത്ത് കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മക്കൾക്ക് നിൽക്കാനൊക്കെ പറ്റി അത്ര തന്നെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. വെള്ളത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയവരും കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് കയറാൻ മടി. അച്ഛനൊരു വിളിച്ചിട്ട് വരില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുത്തിട്ട് കയറാമെന്ന് പറഞ്ഞു. അതിന് മൂത്താപ്പം മക്കളൊക്കെ ഏകദേശം ഈ എന്താ പറയുക പാറേൻ്റെ മുകൾക്ക് ഇങ്ങനെ കയറൽ തുടങ്ങി. അപ്പോൾ മൂത്താപ്പം എല്ലാവരും പിടിച്ച് താഴോട്ടാക്കി. കാരണം മക്കൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ല അത് അനുഭവിക്കേണ്ടത്, കുട്ടികൾ. കാരണം ഒരു സ്ഥലത്ത് യാത്ര വന്നല്ലേ. അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതിന് ശേഷം ആ പൊന്തേ കൂടി തന്നെ നേരെ നമ്മൾ കയറി കേട്ടോ. ഇതിലൂടെ ഒരാൾക്ക് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ മക്കളൊക്കെ എടുത്തിട്ട് വേണം നടക്കാൻ. കാരണം കൈ പിടിച്ചൊന്നും നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അപ്പുറപ്പുറമൊക്കെ പൊന്തയാണ്, വല്ല പാമ്പോ ചേരയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. പിന്നെ നമ്മുടെ ശബ്ദങ്ങൾ കേട്ടവർ പോകുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പോയിക്കാരൻ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതേ കൂടെ വന്നിട്ടൊന്നും. അങ്ങനെ നമ്മളിതേ എല്ലാവരും അത് കൂടെ അങ്ങോട്ട് കയറി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുണ്ടായിരിക്കണം ഫാരിഷതേ മുന്നിൽ ഓടിയിട്ടാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞിങ്ങാണ്ട്. അങ്ങനെ പക്ഷെ അവൾ വീഡിയോയിൽ പെട്ടത് അവൾ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ എല്ലാ വീഡിയോയിലും അവളുണ്ട് കേട്ടോ. അങ്ങനത്തെ പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് കയറി. ഇനി ഈ ഭാഗത്ത് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം കേട്ടോ. നമ്മൾ റിസോർട്ടുള്ള സ്ഥലം പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനി ഈ അരുവി കണ്ടപ്പോൾ എല്ലാവരും ഇറങ്ങിയതാണെന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഇവരുടെ സൽമുദാത്താക്കൊന്നും വരാൻ പറ്റാത്ത സങ്കടം ആൾക്ക് നല്ലോണം ഉണ്ട്. ആൾക്ക് പിന്നെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കുറേ അതൊന്ന് തടഞ്ഞി ഇരിക്കുകയായിരുന്നു. എന്നാലും സീറ്റിൽ നിന്ന് അത്യാവശ്യം കളിച്ചിട്ടൊക്കെ ഉണ്ട് ആൾ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് റീൽസൊക്കെ ചെയ്യണമെന്നായിരുന്നു പറയുന്നുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ നമുക്ക് നമ്മുടെ റിസോർട്ട് എത്തുന്നതാണ് സാറൊക്കെ പറഞ്ഞിട്ട് അത് എൻ്റെ ബ്രദർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറേ വാഴത്തോട്ടം അതുപോലെ നമ്മുടെ പൂളൻ്റെ തോട്ടം അതൊക്കെ കണ്ടു. ഇതാ നമ്മുടെ മലിൻ്റെ മുകളിലൂടെ ഗൈസ് പോവാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കാണാൻ, കണ്ട നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നേരെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ റിസോർട്ടിലോട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ താഴോട്ട് ഇറങ്ങണം. ഈ കാണുന്ന റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. സ്റ്റേ ചെയ്യുന്നതിൽ ജസ്റ്റ് രാവിലെ ഒരു ഉച്ച മുതൽ നൈറ്റ് ഒരു 12 മണി വരെയാണ് നമ്മൾ ടൈം. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഐസിൻ മോനോട് ഞാൻ അച്ഛനോടൊന്നും എടുക്കാൻ വീഡിയോ എടുക്കലും അവനെടുക്കലും കൂടെ എനിക്ക് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് നേരെ ഇനി താഴോട്ട് ഇറങ്ങണം. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല മലകളും നല്ല എന്താ പറയുക, പ്രത്യേകിച്ച് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ പോയ ടൈമിൽ. ഞങ്ങൾ വിചാരിച്ച നല്ല ചൂടാവുന്നു, പക്ഷെ അവിടുത്തെ ടൈമിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന എല്ലാ വില്ലയും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതിയത് ആദ്യം ഒരൊറ്റ ഇത് മാത്രമേ നമുക്ക് തരുള്ളൂ എന്നാണ്. ബാക്കിയുള്ളടത്തൊക്കെ ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഓരോ ഫാമിലി ആയിട്ട് നമുക്ക് ഓരോ റൂമുകൾ എടുക്കാം. അങ്ങനെയായിരുന്നു. നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ടെന്നുള്ളൊരു വ്യൂ ആട്ടോ. കാരണം നല്ല എന്താ പറയുക, നല്ല അടിപൊളിയല്ലേ കാണാൻ. നല്ല അടിയിൽ നമ്മൾ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൽ താഴെ കാണൊരു തടാകമില്ല, അവിടെ നമ്മൾ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് എനിക്കൊരു അപകടം പറ്റിയത്. എൻ്റെ 2 മക്കൾക്കും ഒരു അപകടം പറ്റിയത് ആ കാണുന്ന പുഴയിൽ അത്രയും ലോങ് നമ്മൾ പോയിട്ടാണ് കുളിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങളിതാ റൂമിലോട്ട് കയറിയിട്ടാ. നമുക്ക് ഇഷ്ടമുള്ള റൂം എടുക്കാം. പിന്നെ ഇത് കിച്ചൺ ഇതാ ചെറിയൊരു ഡൈനിങ് ഹാൾ പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 റൂം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താഴത്ത് 2 റൂം, മേലൊരു ഹാളായിട്ടാണ് ഉണ്ടായിരുന്നത്. 2 റൂം, 2 റൂമിലും ടോയ്ലറ്റും കാര്യങ്ങളുണ്ട്, കട്ടിലൊക്കെ ഉണ്ട്, എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയേക്കാൻ എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു കേട്ടോ, എടുക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കിടന്നു. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതാ നമ്മൾ എടുത്ത റൂമിൻ്റെ 2 ഡോറ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ കയറുന്ന ആ അപ്പാർട്ട്മെൻറ്റിൽ 2 ഡോറ് വരുന്നുണ്ട്. അങ്ങനത്തെ മക്കളെ ഊഞ്ഞാലാടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോൾ. അങ്ങനെ ഇതേപോലെ ഫുഡ് കഴിക്കുക. എല്ലാവരും പറഞ്ഞാൽ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ഈ ബിരിയാണി ദമ്മൊക്കെ പൊടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും പ്ലേറ്റിലൊക്കെ എല്ലാവർക്കും മക്കൾക്കൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനത്തെ എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്ക് കേട്ടോ, റീൽസ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും എടുത്തു വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ട് വേഗം ചോറ് വാങ്ങിച്ച് കഴിച്ച് എന്നിട്ട് വേണമെങ്കിൽ വീഡിയോ എടുത്തു. അങ്ങനെ ഞാൻ ചോറെടുത്ത് നേരെ റൂമിലോട്ട് പോകുന്നുണ്ട്. കാരണം ഫ്രണ്ടിലൊന്നും സ്ഥലമില്ല, എല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ റൂമിൽ ആ ബെഡും ഇരുന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി ഇനി നമുക്ക് അടുത്ത വ്യൂസ് ഇങ്ങനെ എടുക്കാം എല്ലാവരും. പിന്നെ കുറേ ആൾക്കാർ ചോറ് തിന്നുന്നുള്ളൂ കേട്ടോ. ഞാൻ വേഗം കഴിച്ചിറങ്ങി. ഇപ്പോഴൊക്കെ ഇത് ആസ്വദിച്ച് തിന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്, അത് കഴിഞ്ഞ് നമ്മളെ മക്കളൊക്കെ തിന്നാലും കഴിഞ്ഞ് വീണ്ടും ഊഞ്ഞാലിൽ പോയി ആടൽ തുടങ്ങിയിട്ട് അവർക്ക് പിന്നെ ഫുൾ അതുമ്പോൾ തന്നെ ആയിരുന്നു. പിന്നെ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും അവർക്ക് ഇല്ലല്ലോ, ഈ ചെറിയ മക്കളല്ലേ. പിന്നെ കുറച്ചും കൂടെ ഈവനിങ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എന്താണ് നമ്മുടെ കാക്കകളും എല്ലാവരും വന്നിട്ടുണ്ട് ഫുഡ് കൊത്തിക്കൊണ്ടുപോകാൻ. പിന്നെ അതേ മുകളിൽ കുറച്ച് കുട്ടികൾ തരാം. ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. ഇതിൻ്റെ പേര് നിനക്കറിയില്ല എങ്ങനെ എന്താ പറയുന്നു, പക്ഷേ എന്തേ മക്കളതിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ പുഴ, വില്ലനായ നമ്മുടെ പുഴ. ഇത്രയും ലോങ് പോയിട്ടാണ് നമ്മൾ ഇതിൽ നീരാടിയത് ഗൈസ്. നല്ല അടിപൊളി വെള്ളമായിരുന്നു. വെള്ളത്തിനെ കുറിച്ച് പറയാനൊന്നുമില്ല, നല്ല അടിപൊളി വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് നമ്മൾ അവിടം വരെ നടന്നിട്ടാട്ടോ പോയത്. ആ പോണതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പോണ ടൈമിൽ മഴ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഫോൺ കൊണ്ടുപോകാണ്ടാണ് പോയതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊക്കെ നമ്മളെ താറിയിലാണ് അവരിങ്ങോട്ട് കൊടുന്നാക്കി. കാരണം പോകുമ്പോൾ നല്ല ഫ്ലോയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ലോങ് നമുക്കുണ്ട്, ഏകദേശം 2-3 കിലോമീറ്ററൊക്കെ ഉണ്ടാവും അങ്ങോട്ട്. അത്രയും താഴോട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഇറക്കുമല്ലേ, അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കയറുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ നമ്മൾ താറിൽ എല്ലാവരെയും 2-3 ട്രിപ്പാക്കിയിട്ട് നമ്മൾ റിസോർട്ടിൽ കൊടുന്നിട്ടാണ്. പിന്നെ അനിയന്മാരും കാക്കിയും അളിയനും നമ്മുടെ ഇളച്ചനും അവരൊക്കെ കൂടി ഇങ്ങനെ നടന്നിട്ടാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനത്തെ പിന്നെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു തിരക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത കലാപരിപാടി സ്റ്റാർട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിൻ്റെ ശേഷം കേട്ടോ. കാരണം ഇതൊക്കെ ഒന്നും നമുക്കൊരു ഓർമ്മയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പുഴ കാണുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ ആ വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം പിന്നെ കിടന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഉറങ്ങാൻ പറ്റില്ല, തല ചുറ്റുന്ന പോലെയായിരുന്നു, പേടിയായിരുന്നു. ഞാൻ ഫൗസി എൻ്റെ 2 ചെറിയ മക്കൾ, ഞങ്ങൾ 4 പേരാണ്. ഫൗസിനെ അനസും ഇസാക്കും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൗസി പോകും. എനിക്കൊരാൾ പിടുത്തം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനും മരിച്ചിട്ടുണ്ടാവും കേട്ടോ. അമ്മതിരി ആ ഒരു സത്യം പറഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും പേടിയാണ്. ഇനി ഒരു യാത്രയിൽ ഈ ഇതുപോലെ പുഴകളുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇറങ്ങൂല. ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യക്കാരൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പുഴയിലൊന്നും ഇറങ്ങി കളിച്ചിട്ടുള്ള ശീലം എനിക്കില്ല. കടലിൽ നമ്മൾ കടൽ വക്കത്ത് നിൽക്കുകയെന്നല്ലാണ്ട്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, മരണം മുന്നിൽ കണ്ടെന്ന് എനിക്ക് പറയാം. 2 മുങ്ങലും മുങ്ങി, 3ാമത്തെ മുങ്ങലിൽ ഞാൻ പോയി തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ പല ചിന്തകളാണ് ടൈമിൽ മൈൻഡിലേക്ക് വന്നത്. പിന്നെ എന്തോ ഒരു പിടുത്തം കിട്ടി, അതിൽ നിന്നുകൊണ്ട് കേച്ചിലായിപ്പോയി. അതേപോലെ തന്നെ ഫൗസി ഒഴുകി പോയിരുന്നു. ഫൗസിനെ അനസും ഇസാക്കും പിടിച്ചുകൊണ്ട് ഫൗസിൻ കേസിലായി. ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ല എന്താ അല്ലേ, ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ഏത് കാലത്ത് നമുക്കത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. എന്തായാലും പഠിച്ചോണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും തരാണ്ട് എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വീട്ടിലെത്തിച്ച് ഭയങ്കര സമാധാനം. എപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. നമുക്ക് ഫസ്റ്റായിട്ട് ഞങ്ങൾക്കുണ്ടായൊരു അനുഭവമാണ് ഇങ്ങനത്തേത്. നമ്മൾ യാത്രകളായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എപ്പോഴും ആ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് ആ ടൈമിൽ ആർക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ അവരെ വെച്ചിട്ടൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വീഡിയോസും എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വരുന്ന ടൈമിൽ നമ്മളൊരു പാലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് ഇതേപോലെ കുറച്ച് ടീമൻ ഉണ്ടായിരുന്നു. അതിൽ വയ്യാത്തവരൊക്കെ ഏറ്റവും മുകളിൽ വന്ന് കുഴപ്പമില്ലാത്തവരൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ ഫോട്ടോസ് നമ്മൾ അതിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ സൽമുദാത്തൊന്നുമില്ല, പക്ഷേ ഇതിൽ സൽമുദാത്തൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ലാത്തതുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോസിൽ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഇത് കാണാൻ എല്ലാവരും നമ്മുടെ വീഡിയോസിലുണ്ട്. ഫോട്ടോയിലില്ലെങ്കിൽ എന്താ വീഡിയോസിൽ വിളിച്ചാൽ പോരെ. അങ്ങനത്തെ നമ്മുടെ മരങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തീയിടാനൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിക്കത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി, ചായ പരിപാടിക്ക് വേണ്ടി നോക്കുന്നുണ്ട് എല്ലാവരും. ചായ കുടിക്കണം, ഈവനിങ് ആയില്ലേ, പുഴയിലൊക്കെ വിളിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരു എങ്ങനെയായാലും നമ്മൾ നനഞ്ഞിട്ട് ഒതുങ്ങിയൊരു വിശപ്പ് എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഈവനിങ്ങും കൂടെ അല്ലേ. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും അതുപോലെ നമ്മുടെ പൊക്കവടയും എല്ലാവരും കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ കട്ടൻ ചായ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 ചെറുനാരങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ ഇനി വൊമിറ്റ് ചെയ്യേണ്ട വെച്ചിട്ട് സ്മെല്ലടിക്കാൻ വേണ്ടിയിട്ട് 2 ചെറുനാരങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനും ഫാരിഷയും സൗദാത്തി, ഞങ്ങൾ 3 പേരും അഫ്രേ, ഞങ്ങൾ 4 പേരും അവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മുടെ ചെറുനാരങ്ങ കലക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് കുടിച്ചു. പിന്നെ ഇതേ നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ റീൽസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് റീൽസൊക്കെ. പിന്നെ എന്താണ് പിന്നെ എല്ലാവരും കൂടെ ഇവിടെ നിന്നിട്ട് പാട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ, എന്താ പറയുക, പാട്ടും അതുപോലെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇരുടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കാണ് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളിൽ നിന്ന് നമ്മൾ ആദ്യം പാട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ രാത്രിയൊക്കെ മലമുഖം നോക്കി ലൈറ്റ് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ബാബാ സമ്മാനം ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂടമടിച്ചോ കഥകൾ
आवारा पागल मजनू दीवाना अरे नखरे वाले न हम दिल को गाली हमें तो निदाना नहीं हमें तो जाना नहीं बिलालों की रानी हसीना दीवानी किससे धड़का के क्या दिल ऐसे धड़का के जान माना है तू हर हसीनी हसी होगा न हमसा दूजा कहीं होगा न हमसा दूजा कहीं दौरा गलियां हर जाई पागल ഗോപിയായിട്ടൊന്നുമില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും. दीवाना मोहब्बत मिले हमको मिले तुम तस्वीर जान प्रेम आशिक आवारा पागल मजनू दीवाना പിന്നെ പെണ്ണെ നീ മാനകയോ അതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണെ നീ മാനകയോ 14 രാവിലെ ചന്ദ്രികയാണ് എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവേ എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി ആരോ നീ സ്വപ്ന സുന്ദരി. എക്സ്ക്യൂസ് മീ, ജെസ്സി ചായ കുടിക്കൂല, അപ്പൊ ജെസ്സി ഇറങ്ങിറങ്ങിട്ടോ. പിന്നെ സൗദാത്തി കേൾക്കുമ്പോൾ ഓരോ സാധനമാരും വിചാരിക്കും എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നെങ്കിൽ കലിതമാശ പറയാൻ കടൽ തീരത്ത് സ്വപ്നം കാണാൻ എനിക്കും ഒരു സായം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നല്ല വിശേഷമാണല്ലോ. എന്താടാ നിന്റെ ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നല്ലോ, കുറച്ച് കാത്തിരുന്നു കാണുവാൻ, എത്ര നാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എത്ര നാൾ കാത്തിരുന്നു പെണ്ണാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിന, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിന, ഞാൻ വന്നിടാ നീ എന്റേതാകുമോ, മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി വന്നിടുമോ, എന്റെ മാപ്പിൻ പൂങ്കാവിലായി പൂവാകുമോ.
സൽമോത്ത് എങ്ങോട്ട് ഒന്ന് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ഒന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ഒന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ. കാല് നീട്ടിയോ ഇതിന്റെ കൂടെ നടന്നാൽ മതി. ചെരുപ്പ് ആ കിടത്തിട്ട് മതിലേ ഒന്നും കൂടെ കടയിൽ നിർത്തോടി. വീട്ടിൽ വായോ വീട്ടിൽ പോരെ. അതിനു മുന്നേ ഒരു ഉപഹാരസമർപ്പണമാണ്. ഇന്നത്തെ നീന്തൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മഹത്തായി രോഗം വെടിഞ്ഞു തേവി പരിശുദ്ധരാം റസൂലുള്ളാഹ് പകരും രാവും വ്യസനം ബുക്ക് വിചാരത്താലേ നബിയിരുന്ന് വലിയവന്റെ മലക്ക് വന്ന് ഇലഹവനെ സലാം പറഞ്ഞ് ഈ റസൂലിപ്പോൾ വിഷമിക്കണ്ട നബിയെ തങ്ങൾ ഈ
എൻ്റെ അനുഗ്രഹങ്ങൾ ഉമ്മയ്ക്കുണ്ടെന്ന് മലക്കറിച്ചോ അതിലുണ്ടല്ലോ ഒരു പെൺകുട്ടി 14 ഉദിച്ച പോലെ. അങ്ങനെ ഇതാ മൂത്തമാരെ പാട്ടോട് കൂടി നമ്മൾ കലാപരിപാടികളൊക്കെ അവസാനിച്ചു. പിന്നെ എല്ലാവരും റെസ്റ്റിലായിട്ടാണ്. എല്ലാവർക്കും ഇനി അത് കിടക്കണം എന്നുള്ളതാണ്. കുറേ പേര് കിടന്നിട്ടുണ്ട്, പിന്നെ കുറേ പേര് പുറത്തിരിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കുറേ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയല്ലോ, എനിക്ക് കിടന്നിട്ട് ഉറക്കിയിട്ടില്ല, എനിക്ക് പേടി വരുന്നു കേട്ടോ. ആ വെള്ളത്തിൽ മുങ്ങിയ സംഭവം ഇങ്ങനെ മൈൻഡിൽ നിന്ന് പോവല്ല, കണ്ണടക്കുമ്പോഴൊക്കെ അത് മാത്രമേ ചിന്ത. അപ്പോൾ എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങി എല്ലാവരും വീഡിയോസൊക്കെ എടുത്തു, ലഗേജും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പുറത്തൊരു 11:30 കഴിഞ്ഞിട്ട് ടൈമിൽ നമ്മൾ ലഗേജൊക്കെ പുറത്തെടുത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്തതല്ല. അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ഉപയോഗിച്ച അപ്പാർട്ട്മെൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ലഗേജൊക്കെ നേരെ നമ്മളിതേ ബസ്സിൽ കൊണ്ടുവച്ചു കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ കൊണ്ടുവച്ചു. എന്നതിന് ശേഷം നമ്മൾ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം എല്ലാവരും പോയിട്ടുണ്ട്. 1-2 ആൾക്കാർ മാത്രമേ അവിടെ നിന്ന് ഇറങ്ങാനുള്ളൂ, ബാക്കി എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ രാത്രി ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമാവുമല്ലോ, ഉറങ്ങണം എന്നുള്ള ഒരൊറ്റ ഇതേ ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ അത് എമിമോളെ ജാസ്താതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് 2 പേരും ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. ഇനി എടുത്താൽ തന്നെ കയറ്റം കയറി ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഒരാളെ തന്നെ എടുത്ത് കയറുന്നുള്ളത് ഏറ്റവും റിസ്ക്കുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ജാസ്തായും ഞാനും കൂടെ മക്കളേറ്റ് വന്ന് ബസ്സിൽ കയറി. ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാണ്ട് ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങുക എന്നുള്ളത്. അങ്ങനെ പിന്നെ പാട്ടും കൂത്തും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ലല്ലോ. കാരണം വരുന്ന എൻജോയ്മെൻറ്റ് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. ഒന്നാമത് ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ ഐസിന് ഭയങ്കര മടി കിടന്നിട്ട് ഒരു ഉറക്ക് ശരിയാവില്ല കേട്ടോ ആൾക്ക്. പിന്നെ ആൾക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ മടി നമ്മൾ വെച്ചിരിക്കുന്ന ടൈമിൽ കുറേ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു ആൾക്ക്, കിടത്തം ശരിയാവാണ്ടായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും വന്നിക്കണോ എന്നുള്ളതൊക്കെ കിട്ടുക. അതായത് മക്കളാരെങ്കിലും ഉറങ്ങിപ്പോയിക്കണമെങ്കിൽ നമ്മൾ അറിയൂലല്ലോ. പിന്നെ അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മളിത് വണ്ടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ബസ്സിൻ്റെ ഫ്ലോറിലുണ്ടല്ലോ മാറ്റി വിരിച്ചങ്ങാണ്ട് ഒരൊറ്റ കിടന്ന ഹൈസീനിട്ട് കേട്ടോ. ഹൈസീൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അവിടെ മുതൽ ഞാൻ ഏകദേശം ആലത്തൂർ വരെ നല്ല ഉറക്കം ഉറങ്ങി നീച്ച്. അങ്ങനത്തെ പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, കുറുമ്പടി എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇതേ ബസ്സിൽ നിന്ന് ഇറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും പല റൂട്ടിലും പോകാനുള്ളവരാണ്. നമ്മളെത്തുമ്പോൾ ഒരു 3:30 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നാട്ടിലെത്തുന്ന ടൈമിൽ. പിന്നെ അങ്ങനെ നമ്മളിതേ നമ്മുടെ മക്കളെയും കൊണ്ട് ഇനി നേരെ പോവുകയാണ്. നമ്മൾ വീട്ടിലോട്ട് പോകണം. ഇനി ഇതേ വീട്ടിലൊക്കെ പോയി നമ്മുടെ മക്കളൊക്കെ ഒന്നും കൂടെ ഉറക്കി കൊടുക്കാനായിട്ട് അത്യാവശ്യം ഒരു ഉറങ്ങിയിട്ടുണ്ട്. ഞാനും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചുരം ഇറങ്ങുന്ന ടൈം മുതൽ ആലത്തൂർ വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഹൈസിനും ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ 3:30 കഴിഞ്ഞിങ്ങനെ വീട്ടിലെത്തുമ്പോൾ വീണ്ടും പോയിട്ടൊന്ന് ഉറങ്ങണം, അവർ ഉറക്കി കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഇത്താതി നേരെ നടന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഗ്ലിസൊക്കെ തുറന്നു തന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ പോയി കിടന്നുറങ്ങിയിട്ടാണ്. പിന്നെന്താണ്, അപ്പോൾ ഞാൻ എൻ്റെ അട്ടപ്പാടിയിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെമ്മറീസ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് എടുത്തതും അതുപോലെ സിംഗിളായിട്ട് എടുത്ത കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്നുള്ളത്. അതൊക്കെ ഒരു രസമല്ല. പിന്നീട് നമ്മൾ കാണുമ്പോൾ വീഡിയോസ് മാത്രം കാണണമല്ലോ, അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും കൂടെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു രസമാണല്ലോ. നമ്മളെ ഗാലറിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ പോയിക്കൂടായെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടി നമ്മളെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇത്. കാരണം കോപ്പിറൈറ്റ് 2 തവണ വന്നിട്ട് ഡിലീറ്റാക്കി വീണ്ടും എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എഡിറ്റിംഗ് ആണ് ഏറ്റവും റിസ്ക്കുള്ള ഒരു പരിപാടി. വോയിസ് കൊടുക്കണം, പിന്നെ നമ്മൾ കോപ്പിറൈറ്റ് വരുന്ന നോക്കണം, പിന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ ഭാഗങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ടൂർ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ആവാറായി. പക്ഷേ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളൊരു വീഡിയോസാണ് ഇപ്പോൾ ഇത്, എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.